വന്യവും നിഗൂഢവുമായ കാഴ്ചകൾ കൊണ്ട് കൊതിപ്പിക്കുന്ന കാടാണ് ഗവി. കാടും കാട്ടിലെ കാഴ്ചകളും മഞ്ഞും കാട്ടരുവികളും കാട്ടുമൃഗങ്ങളും ഒക്കെയായുള്ള കാഴ്ചകളും കൊണ്ട് ഗവിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഗവി എന്ന കാടിനെ അറിഞ്ഞനുഭവിക്കുവാനുള്ള യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗവി ആദ്യമായിട്ട് കാണാനൊരുങ്ങുകയാണോ നിങ്ങൾ? എന്നാൽ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. പോകാം വീഡിയോയിലേക്ക്. ഓർഡിനറി എന്ന മലയാള സിനിമയിലൂടെ പുറം ലോകമറിഞ്ഞ് പിന്നീട് എക്സ്ട്രാ ഓർഡിനറിയായി മാറിയ ഈ നാട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഇടമാണ്. ഗവിയുടെ ചരിത്രം തിരിഞ്ഞു ചെന്നാൽ എത്തി നിൽക്കുന്ന ഒരു അഭയാർത്ഥി കഥയിലാണ്. ശ്രീലങ്കയിൽ നിന്നും എത്തിയ അഭയാർത്ഥികളായ ആളുകളെ പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു ഇവിടെ കൃഷിയും മറ്റും ആരംഭിച്ചത്. ഏലത്തോട്ടവും ഫാക്ടറിയും ഒക്കെയായി ജീവിച്ചു പോവുകയായിരുന്നു കാലങ്ങളോളം ഇവർ. പിന്നീടാണ് ഇവിടെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കി നിയന്ത്രിതമായ രീതിയിൽ വിനോദസഞ്ചാര രംഗത്തേക്ക് വന്നത്. ട്രെക്കിംഗ് മുതൽ ക്യാമ്പിംഗ് വരെ ഒരു സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. പരിസ്ഥിതി ടൂറിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇടമായതിനാൽ മറ്റിടങ്ങളിൽ നിന്നും ഇവിടെ തീർത്തും വ്യത്യസ്തമാണ്. ട്രെക്കിംഗ്, വൈൽഡ് ലൈഫ് വാച്ചിങ്, ഔട്ട്ഡോർ ക്യാമ്പിംഗ്, രാത്രി സഫാരി തുടങ്ങിയവ ഇവിടെ എത്തുന്നവർക്ക് ആസ്വദിക്കാൻ കഴിയും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റായ www.gavkfdcecotourism.com ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൽ കയറി ഓൺലൈനായി 4 ദിവസമെങ്കിലും മുന്നേ ബുക്ക് ചെയ്ത് അതിനുശേഷം വേണം യാത്ര തുടരാൻ. ഗവിയിലേക്കുള്ള യാത്രയിൽ കൂടുതൽ ആളുകളും തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളിലൊന്ന് KSRTC ബസ്സിലുള്ള യാത്രയാണ്. പത്തനംതിട്ട KSRTC സ്റ്റാൻഡിൽ നിന്നും രാവിലെ 6:30 ഗവി വഴി കുമളിയിലേക്കുള്ള ബസ്സുണ്ട്. രാവിലെ 6:30 പത്തനംതിട്ടയിൽ നിന്നും തിരിക്കുന്ന ബസ് 11 മണിയോടുകൂടി ഗവിയിലെത്തിച്ചേരും. കുമളിയിൽ നിന്നും ഇതേ സമയം തിരിച്ചും ബസ്സുണ്ട്. ബസ്സുകളുടെ കൃത്യസമയം സർവീസും അറിയുവാൻ അതായത് ഡിപ്പോകളുമായി ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. സ്വകാര്യ വാഹനങ്ങളിൽ ഗവിയിലേക്ക് വരുവാൻ തടസ്സങ്ങളൊന്നുമില്ലെങ്കിലും നിശ്ചിത എണ്ണം വണ്ടികളെ മാത്രമേ കടത്തിവിടുകയുള്ളൂ. ആങ്ങമൂഴിയിലുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും മുൻകൂട്ടി പാസുകൾ കൈപ്പറ്റിയാൽ മാത്രമേ പ്രവേശനം സാധ്യമാകൂ. ഓൺലൈനിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുമ്പോൾ ഒരു നമ്പർ ലഭിക്കും. ആ നമ്പറും നമ്മുടെ ഡീറ്റെയിൽസും ഫോറസ്റ്റ് ഓഫീസിൽ കൊടുത്താൽ മാത്രമേ പാസ് ലഭിക്കുകയുള്ളൂ. ഒരു ദിവസം 30 വണ്ടികൾക്ക് മാത്രമേ പെർമിറ്റ് അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിരാവിലെ ഇവിടെ എത്താൻ ശ്രമിക്കുക. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാതെ ഗവിയിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് ലഭിക്കില്ല. പേയ്മെൻറ്റ് ഓൺലൈൻ ത്രൂ ആണ് ചെയ്യേണ്ടത്. ഇവിടെയുള്ളവർക്ക് 80 രൂപയും ഫോറിനേഴ്സിന് 160 രൂപയുമാണ് നിരക്ക്. 2 തരത്തിലുള്ള പ്രോഗ്രാംസ് ആണുള്ളത്. ഒന്ന് ഡേ പ്രോഗ്രാമും മറ്റൊന്ന് സ്റ്റേ പ്രോഗ്രാമും. മുൻകൂർ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാനുള്ള സൗകര്യമുണ്ടാവുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്സ് ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഡേ പ്രോഗ്രാം പാക്കേജ്. കാടിനുള്ളിലൂടെയുള്ള യാത്ര ഓഫ് റോഡ് ആയിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർ അതിനു തക്ക വാഹനങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക.
4 വീൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ കൂടുതൽ അനുയോജ്യം. ജീപ്പുമായി വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാടിനകത്ത് ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കിലോമീറ്ററുകൾ ദൂരം കാടിനുള്ളിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഒരു യാത്രയായിരിക്കും എന്നതിനാൽ സാഹസികരെ ഇത് വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. കൊടുങ്കാടിന് നടുവിലൂടെ മറ്റൊരു ശല്യപ്പെടുത്തലും ഇല്ലാതെ പോകുവാൻ സാധിക്കുന്ന ഒരു യാത്ര കൂടിയാണിത്. എത്ര കനത്ത ചൂടാണെങ്കിലും ഇവിടെ കാടിനുള്ളിൽ കൊടും തണുപ്പായിരിക്കും. ഹെവി റൂട്ടിൽ പോകുമ്പോൾ ഏറ്റവും അധികം കാണുവാൻ സാധിക്കുക അണക്കെട്ടുകളാണ്. അഞ്ച് അണക്കെട്ടുകളാണ് ഈ യാത്രയിൽ ഉണ്ടാവുക. മൂഴിയാർ, കക്കി, ആനത്തോട്, കൊച്ചുപമ്പ, ഗവി എന്നിവയാണിവ. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രകൃതിയെ അതിൻ്റെതായ രീതിയിൽ സംരക്ഷിക്കുന്ന ഒരിടമാണിത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്, മറ്റു മാലിന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയവ ഒന്നും കാടിനുള്ളിൽ കളയാൻ അനുമതിയില്ല. കൊച്ചാണ്ടി, വള്ളക്കടവ്, ഗവി, വണ്ടിപ്പെരിയാർ എന്നീ ചെക്ക് പോസ്റ്റുകളിലെല്ലാം വണ്ടി തുറന്ന് പരിശോധനയും ഉണ്ടാകാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം രമ്യ ശ്രീകുമാർ.